അടുത്ത രണ്ട് മന്ത്രങ്ങൾ ഇങ്ങനെയാണ്. ഹ്രീംകാര കന്ദര സിംഹി, ഹ്രീംകാര അംബോധ ഭൃംഗിക എന്നാണ്. ഹ്രീംകാര കന്ദര സിംഹി എന്നുള്ള മന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം ഇങ്ങനെയാണ്. ഒരു മലയുടെ മുകളിൽ ഒരു ഗുഹയുണ്ട്. ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു ഗുഹയുണ്ട്. അതിൽ താമസിക്കുന്ന സിംഹിയാണ് അല്ലെങ്കിൽ സിംഹമാണ് ദേവി എന്നാണ്. സാധാരണ ജനങ്ങളൊന്നും മലമുകളിലേക്ക് പോകാറില്ല. പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും ഗുഹ പോലത്തെ എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ടാൽ അതിനകത്ത് പ്രവേശിക്കാറുമില്ല. ഇത് എന്താ സൂചിപ്പിക്കുന്നത് വെച്ചാൽ ലൗകിക വ്യവഹാരത്തിൽപ്പെടുന്നവരാരും ആധ്യാത്മികം അന്വേഷിക്കാറില്ല എന്നുള്ളതാണ്. അപൂർവം ആൾക്കാരാണ് ഈ സാഹസികമായിട്ടുള്ള മലകയറ്റം മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഉള്ളവർ തന്നെ അപൂർവം ചിലരാണ് ആ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ ധൈര്യപ്പെടുന്നത്. കാരണം അവിടെ എന്തെങ്കിലും ഹിംസ്രജന്തുക്കൾ ഉണ്ടാകും എന്നുള്ള ഭയം കൊണ്ട് മറ്റുള്ളവരാരും ഇത് പ്രവേശിക്കാറില്ല. മൃഗങ്ങൾ പോലും അവർക്കറിയാം അതിനകത്ത് സിംഹം താമസിക്കുന്നതാണ്, അതുകൊണ്ട് അവരാരും പോകാറില്ല. ആനയെപ്പോലെ വളരെ ധൈര്യം കൂടിയ ചില മൃഗങ്ങൾ മാത്രമേ അവിടെ പോകാറുള്ളൂ. എന്നുണ്ടെങ്കിലും കൂടി സിംഹം അതിനെ കൊല്ലുക തന്നെ ചെയ്യും. കൊന്ന് ആ തലയിൽ, ആനയുടെ തലയിലൊക്കെ മുത്തുക്കളുണ്ടെന്ന്, നല്ല ആനയുടെ തലയിൽ മുത്തുക്കളുണ്ടെന്ന് അത് എടുക്കുന്നതാണ് അത്. അതുപോലെ അത്യപൂർവമായിട്ടുള്ള ഭജന്തിത്വം ധന്യാഹ കതിചന ചിദാനന്ദ ലഹരിയും. എല്ലാവരും പരാശക്തിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സാരം, ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരശക്തി എന്നൊന്നും വിചാരിച്ചും കൊണ്ട് അത് മാത്രം മതി, മറ്റൊന്നും വേണ്ട എന്നുള്ള ചിന്തയിലേക്ക് ആരും പോകാറില്ല. അങ്ങനെ ധൈര്യപ്പെട്ട് മല കയറി അതിസാഹസികമായിട്ടുള്ള ഗുഹകളിലേക്ക് പോയി അതിശയജ്ഞാത സാധനയുടെ തീവ്രത കൊണ്ട് മാത്രമാണ് ദേവിയെ അറിയുന്നത്. അങ്ങനെ അറിയുന്ന ആ കന്ദരത്തിൽ അല്ലെങ്കിൽ ആ മലമുകളിലുള്ള ഗുഹയിൽ താമസിക്കുന്ന സിംഹമാണ് ദേവി. അത്ര ബുദ്ധിമുട്ടാണ്. ദുർഗ എന്നൊക്കെ നമ്മൾ പറയും. ഒരു സമയത്ത് ഒരു രീതിയിൽ പറയും സുലഭാഗതി, ഏറ്റവും എളുപ്പമാണ്. ആബാല ഗോപജിത, ചെറിയ കുട്ടികൾക്കും ഇടയന്മാർക്കും കൂടി അറിയാൻ സാധിക്കും. ദേവിയെ മനസ്സിലാക്കാൻ വിദ്യാഭ്യാസമൊന്നും വേണ്ട, വലിയ ശാസ്ത്ര പാണ്ഡിത്യമൊന്നും വേണ്ട, സംസ്കൃത പാണ്ഡിത്യം വേണ്ട, വേദജ്ഞാനം വേണ്ട എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, ഏറ്റവും ലളിതയാണ് ദേവി എന്ന് പറയുമ്പോഴും, അങ്ങനെ സാധാരണ ജീവിതം ജീവിച്ച് ദേവിയെ പ്രാപിക്കാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഹ്രീംകാര കന്ദര സിംഹി, ഹ്രീംകാരമാകുന്ന ഹ്രീംകാര സാധനയുടെ ഗുഹയിൽ താമസിക്കുന്ന സിംഹിയാണ് ദേവി. അങ്ങനെ ആധ്യാത്മിക സാധന കൊണ്ട് ആ സിംഹിയെ കാണാം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യ അർത്ഥം. അടുത്ത മന്ത്രം ഹ്രീംകാര അംഭോജ ഭൃംഗിക എന്നാണ്. ഹ്രീംകാരമാകുന്ന താമരയെ തേടി വരുന്ന ഭ്രമരമാണ്, വണ്ടാണ് ദേവി. ഹ്രീംകാര അംഭോജ ഭൃംഗിക, ഭൃംഗമാണ് ദേവി എന്നാണ് അടുത്ത മന്ത്രം. സാധാരണ മറ്റുള്ള പുഷ്പങ്ങളെക്കാളൊക്കെ താമരയിൽ കൂടുതൽ തേനുണ്ട്, കൂടുതൽ സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് മറ്റുള്ള പുഷ്പങ്ങളെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭൃംഗങ്ങൾ അതിനെ തേടി വരാറുണ്ട്. അപ്പോൾ താമര അഷ്ടസിദ്ധികളുടെയും ഐശ്വര്യങ്ങളുടെയും മോക്ഷത്തിൻ്റെയും പ്രതീകമാണ്. അപ്പോൾ ഈ താമരയെ ദേവി പ്രാപിക്കുന്നു, ദേവി അന്വേഷിച്ച് വരുന്നു എന്നാണ്. അപ്പോൾ മറ്റുള്ള സാധനാക്രമങ്ങളെക്കാൾ കൂടുതൽ ഈ ഹ്രീംകാര ഉപാസകന്മാർക്ക് ദേവിയെ പ്രാപിക്കാൻ എളുപ്പം. ആ മന്ത്രത്തെ നിത്യനിരന്തരം ജപിച്ച് വരുന്നവർക്ക് ദേവിയുടെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടും. നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുന്നു, അതൊരു വശം. ഈശ്വരൻ നമ്മളെ അന്വേഷിക്കണം. എവിടെ? അയാളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. നമ്മളെ ഈശ്വരൻ അന്വേഷിക്കുന്ന രീതിയിൽ നമ്മൾ അത്ര ഉത്തമ സാധകരാവണം. നല്ല ഉത്തമ ഗുണങ്ങളുള്ളവർക്കാണ് ഈശ്വരപ്രാപ്തി സുലഭം. ഉത്തമ ഗുണങ്ങളുള്ളതാണ് താമര. അത് അഷ്ടൈശ്വര്യങ്ങളും അഷ്ടസിദ്ധികളും മോക്ഷവും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് പരാശക്തി അതിലേക്ക് ആകൃഷ്ടയാകുന്നു.
അങ്ങനെയുള്ള ഈ മന്ത്രത്തെ ഉപാസിക്കുന്നവർക്ക് ദേവിയുടെ അനുഗ്രഹം വളരെ എളുപ്പമാണ്. ദേവി അവരെ തേടി വരുന്നു എന്നാണ് ഹ്രീംകാര അംഭോജ ഭൃംഗിക. ഉത്തമ സാധകർക്ക് ഭക്തസുലഭയാണ്, സുലഭമായിട്ട് കിട്ടുന്നവളാണ് ദേവി എന്നാണ് ഈ മന്ത്രങ്ങളുടെ സാമാന്യമായിട്ടുള്ള അർത്ഥം. അതുകൊണ്ട് ഹ്രീംകാര ഉപാസകന്മാർക്ക് ദേവിയെ പ്രാപിക്കുന്നത് എളുപ്പമാണ് എന്നാണ് ഈ മന്ത്രങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഹ്രീംകാര്यै നമഃ എന്നുള്ള മന്ത്രത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ 60 മന്ത്രങ്ങളിലായിട്ട് ലളിതാ ത്രിശതി കുറച്ചും കൂടി വിശദമായിട്ട് പറയുന്നു. ആ മന്ത്രങ്ങളുടെ വ്യാഖ്യാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. കേരളത്തിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ലളിതാ ത്രിശതി ഇപ്പോൾ വർണ്ണിക്കുന്നത്. ഹ്രീംകാര തരുമഞ്ജരി, ഹ്രീംകാര സുമനോമാധി എന്നുള്ളതാണ് അടുത്ത 2 മന്ത്രങ്ങൾ. ഹ്രീംകാരമാകുന്ന സുമനസ് അല്ലെങ്കിൽ പുഷ്പങ്ങളുടെ മാധ്വിയാണ്, തേനാണ് ദേവി. സാധാരണ പുഷ്പങ്ങൾ വികസിക്കാറുണ്ട്, അതിൻ്റെ ഉള്ളിൽ തേനുണ്ട്. അതിനെ നുകരാൻ വണ്ടുകൾ വരുന്നു, ആ മകരന്ദങ്ങളെ വേറൊരു പുഷ്പത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ വംശവൃദ്ധിക്ക് അത് കാരണമായി തീരുന്നു. ഇങ്ങനെ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് അത് നീങ്ങുന്നു. അതുപോലെ ഏതൊരു ഉപാസനയുടെയും സാരമാണ് ദേവി, അതിൻ്റെ തേനാണ് ഈ പ്രക്രിയയ്ക്ക് കാരണം. അതുകൊണ്ട് ഹ്രീംകാരമാകുന്ന സുമനസ്സിൻ്റെ തേനാണ് ദേവി, മാധ്വിയാണ് ദേവി. അതിൻ്റെ സാരഭൂതയായിട്ടുള്ളത് ദേവിയാണ് എന്നാണ് ഈ മന്ത്രത്തിൽ നമ്മൾ സാമാന്യമായിട്ട് ഗ്രഹിക്കേണ്ട വിഷയം. ഇനിയും ദേവിയുടെ മഹാത്മ്യം, ദേവിയുടെ വൈഭവം നമുക്ക് പിന്നെയുള്ള ഭാഗങ്ങളിൽ കേൾക്കാം.